2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണം ഒഴികെ മറ്റെല്ലാ സീറ്റുകളിലും ജയിച്ചു കയറിയത് DMK സഖ്യമായിരുന്നു. DMKയ്ക്ക് പുറമെ കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ് പാർട്ടികൾ ഉൾപ്പെട്ട സഖ്യമാണിത്. കഴിഞ്ഞ തവണ അണ്ണാ DMK വിജയിച്ച ഏക സീറ്റ് ഉൾപ്പെടെ മുഴുവൻ സീറ്റുകളും അണ്ണാ DMKയിലെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഈ സഖ്യത്തിനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് ഇവർ സാധ്യത കാണുന്ന ഏക മണ്ഡലമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ. 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായാണ് DMKയും മുഖ്യമന്ത്രി MK സ്റ്റാലിനും നോക്കിക്കാണുന്നത്. അതിന് പ്രധാന കാരണം നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം എന്ന TVKയുടെ രൂപീകരണമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി പ്രധാന എതിരാളിയായി വരുമെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഭയം. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ശക്തമായ വളക്കൂറുള്ള തമിഴകത്ത് നടൻ വിജയുടെ പാർട്ടിയെ വിലയിരുത്തുന്നത് മറ്റൊരു തലത്തിലാണ്. ദളപതിക്ക് തമിഴകത്തുള്ള വലിയ സ്വാധീനം തന്നെയാണ് ഇതിന് കാരണം. ഇന്ന് തമിഴകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള വ്യക്തിയാണ് വിജയ്. ഈ ജനപിന്തുണ വോട്ടായി മാറിയാൽ വിജയ് തമിഴകത്തിന്റെ രാഷ്ട്രീയമാണ് പൊളിച്ചെഴുതുക. ഈ വെല്ലുവിളി മനസ്സിലാക്കുന്ന DMK നേതൃത്വം വിജയ് നേതൃത്വം നൽകുന്ന TVK മുന്നണിയിലേക്ക് സ്വന്തം ഘടകകക്ഷികൾ പോകാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് ഇപ്പോഴുള്ളത്. CPM സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ DMK ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ പകരം വിട്ടു നൽകിയിരിക്കുന്നത് DMKയുടെ ഉരുക്കുകോട്ടയായ ഡിണ്ടിഗലാണ്. ഇവിടെ ഇതിനകം തന്നെ CPM വിജയം ഉറപ്പിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ മധുരയിലും CPM മത്സരിച്ചിട്ടുണ്ട്. മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI നാഗപട്ടണത്തും തിരുപ്പൂരുമാണ് ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിൽ താരതമ്യേന ചെറിയ പാർട്ടികളാണെങ്കിലും ശക്തമായ കേഡർമാരും പല ഉൾനാടൻ ഗ്രാമങ്ങളിലും തൊഴിലിടങ്ങളിലും വലിയ സ്വാധീനവും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും തമിഴകത്തുണ്ട്. പ്രക്ഷോഭ രംഗത്തും ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ഈ പാർട്ടികൾക്ക് നിർണായക പങ്കാണ് ഉള്ളത്. ഇത് തിരിച്ചറിഞ്ഞു തന്നെയാണ് DMKയും വലിയ പരിഗണന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. ഇടതു പാർട്ടികൾ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് വേഗതയുണ്ടാക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിനും വിലയിരുത്തുന്നത്. ലോക കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്റ്റാലിനോടുള്ള ആരാധനയെ തുടർന്നാണ് സാക്ഷാൽ കരുണാനിധി പോലും മകന് സ്റ്റാലിൻ എന്ന് പേരിട്ടിരിക്കുന്നത്. താനും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള ബന്ധത്തിന് തന്റെ പേര് തന്നെയാണ് ഉത്തരമെന്നാണ് MK സ്റ്റാലിനും പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. DMKയെ ഒരു കേഡർ പാർട്ടിയാക്കാൻ കരുണാനിധിയെ പ്രേരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയിൽ ആകൃഷ്ടനായാണ്. കരുണാനിധിയുടെ വേർപാടോടെ DMK തലപ്പത്തെത്തിയ MK സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്റെ പിൻഗാമിയായി കാണുന്നത് മകൻ ഉദയനിധി സ്റ്റാലിനെയാണ്. കരുണാനിധി സ്റ്റാലിനെ പാർട്ടി നേതൃതലത്തിൽ കൊണ്ടുവന്നത് കാലതാമസം എടുത്തായിരുന്നെങ്കിൽ സ്റ്റാലിൻ ഉദയനിധിയെ കളത്തിലിറക്കിയത് വളരെ പെട്ടെന്നാണ്. ആദ്യ മത്സരത്തിൽ തന്നെ MLA ആവാനും മന്ത്രിയാവാനും ഉദയനിധിക്ക് കഴിഞ്ഞതും അതുകൊണ്ടാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ DMK മുന്നണിയെ ഇനി നയിക്കാൻ പോകുന്നതും ഉദയനിധിയായിരിക്കും. മറുവശത്ത് അണ്ണാ DMKയ്ക്ക് പകരം പ്രധാന എതിരാളിയായി വരാൻ പോകുന്നതാകട്ടെ ദളപതി വിജയ് നേതൃത്വം നൽകുന്ന TVKയും. BJP ദേശീയ നേതൃത്വം സകല സംവിധാനവും ഒരുക്കി രംഗത്തിറങ്ങുന്ന തിരഞ്ഞെടുപ്പായതിനാൽ 2026 ഫലപ്രവചനവും അസാധ്യമാണ്. യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല, 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്നത്. മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ തമിഴ്നാട് ഭരണം പിടിക്കാനുള്ള അവരുടെ നീക്കങ്ങൾക്കാണ് വേഗതയേറുക. അത്തരമൊരു സാഹചര്യത്തിൽ ഒറ്റ തിരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം പോവുക. അങ്ങനെ വന്നാൽ 2026 തമിഴ്നാട്ടിലും കേരളത്തിലും ആരധികാരത്തിൽ വന്നാലും 2029 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക. അതായത് BJPക്ക് മൂന്നാം ഊഴം ലഭിച്ചാൽ ഇനി വരുന്ന കേരള തമിഴ്നാട് സർക്കാരുകൾക്കും 3 വർഷം മാത്രമാണ് കാലാവധി ഉണ്ടാവുക. രാജ്യത്തിന്റെ
തിരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന ഈ നിയമം നടപ്പാക്കാൻ വലിയ ഭൂരിപക്ഷം പാർലമെന്റിലെ ഇരുസഭകളിലും ആവശ്യമാണ്. അത് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് ലഭിക്കാതിരിക്കാൻ കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യം രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. 39 ലോക്സഭാംഗങ്ങളെയും 18 രാജ്യസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന തമിഴകത്ത് ദളപതി വിജയുടെ TVKയെ ഒപ്പം കൂട്ടാൻ ശ്രമങ്ങൾ BJP നടത്താൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ വിജയ് സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഏറെ നിർണായകമാവുക. വ്യക്തിപരമായി മോദിയുമായും രാഹുൽ ഗാന്ധിയുമായും നല്ല ബന്ധമാണ് ദളപതിക്കുള്ളത്. അണ്ണാമലൈ എന്ന മുൻ IPSകാരനെ BJP സംസ്ഥാന അധ്യക്ഷനായി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. അണ്ണാമലൈ ദളപതിയെ പ്രകോപിപ്പിക്കുന്ന ഒരു നിലപാടും ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. ഇത് BJPയുടെ പുതിയ സ്ട്രാറ്റജിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ MPമാരെ സൃഷ്ടിക്കുന്ന സംസ്ഥാനമായതിനാൽ തന്നെ തമിഴ്നാട്ടിൽ സ്വാധീനമുറപ്പിക്കുക എന്നത് BJPയുടെ പ്രധാന ലക്ഷ്യമാണ്. അണ്ണാമലയുടെ പദയാത്ര വൻ വിജയമാണെന്ന് വിലയിരുത്തുന്ന BJP ദേശീയ നേതൃത്വം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ വരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതിനുമപ്പുറം BJPക്ക് നേട്ടമുണ്ടാക്കണമെങ്കിൽ ഒരു മികച്ച ലീഡറോ ജനസ്വാധീനമുള്ള പാർട്ടിയോ ഒപ്പം വേണമെന്നാണ് ദേശീയ നേതൃത്വം കരുതുന്നത്. അവിടെയാണ് ദളപതിയുമായി ഒരു യോജിപ്പിനുള്ള സാധ്യത BJP നേതൃത്വം തേടുന്നത്. BJPയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിന് വിജയ് തൽക്കാലം തയ്യാറായില്ലെങ്കിൽ പോലും TVKയുടെ രംഗപ്രവേശം DMKയുടെ വോട്ടുകൾ ചോർത്തിക്കളയുന്നത് ആത്യന്തികമായി BJPക്കും നേട്ടമുണ്ടാക്കുമെന്ന കണക്കുകൂട്ടലും BJP ദേശീയ നേതൃത്വത്തിനുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അണ്ണാ DMKയിൽ നിന്നും മറ്റ് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നല്ലൊരു വിഭാഗം TVKയിൽ ചേരുമെന്ന അഭ്യൂഹവും തമിഴകത്ത് ശക്തമായുണ്ട്. അണ്ണാ DMKയുടെ മരണമണിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴങ്ങാൻ പോകുന്നതെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളുമാണ് ദളപതിയുടെ TVKയുടെ പ്രധാന ശക്തി. സംഘടനയുടെ ഈ കരുത്ത് തരംഗമായി പടർന്നാൽ പിടിച്ചു നിർത്താൻ DMK മുന്നണിക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും. DMK ഘടകകക്ഷികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും ഇതുവരെയും ദളപതിയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ലെന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ തൻ്റെ സിനിമകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പിന്തുണച്ച ചരിത്രവും ദളപതിക്കുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ജൂൺ 22-ന് മധുരയിൽ വെച്ച് നടക്കുന്ന മഹാറാലിയിലൂടെ TVKയുടെ ശക്തി പ്രകടനം നടത്താനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ലക്ഷക്കണക്കിന് അനുയായികളെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. ദളപതി വിജയുടെ പിറന്നാൾ ദിനം കൂടിയാണ് ജൂൺ 22 എന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട്. ദളപതിയും TVKയും രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കിയതോടെ പ്രതിരോധിക്കാൻ മറുതന്ത്രങ്ങളുമായി DMKയും ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സ്റ്റാലിൻ സർക്കാരിനെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിനിടയിലും കൂടുതൽ സ്വീകാര്യനാക്കുക എന്ന തന്ത്രവും ഇതിന്റെ ഭാഗമാണ്. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി പ്രത്യേക പദ്ധതികൾ വിജയ് ഫാൻസ് അസോസിയേഷനും TVKയും മുൻകൈയെടുത്ത് നടത്തുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതികൾ DMK സർക്കാരും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12ാം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദ പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് തമിഴ്നാട് സർക്കാർ പുതുതായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികളുടെ ഉന്നത പഠനം ഉറപ്പുവരുത്തുന്ന തമിഴ് പുതൽവൻ പദ്ധതി വരുന്ന അധ്യയന വർഷം ജൂൺ മുതൽ നടപ്പാക്കാനാണ് തീരുമാനം. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചതിനു ശേഷം ബിരുദ പഠനത്തിനായി എത്തുന്ന ആൺകുട്ടികൾക്ക് പുസ്തകങ്ങളും മറ്റും വാങ്ങാൻ ഈ പദ്ധതി പ്രകാരം പ്രതിമാസം 1000 രൂപയാണ് നൽകുക. ഏകദേശം 3 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൺകുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പുതുമൈ പെൺ പദ്ധതിയും ഇതേ പാതയിൽ സർക്കാർ ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട്. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന പദ്ധതികൾക്കും തമിഴകത്ത് തുടക്കമായിട്ടുണ്ട്. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്ന അഭ്യൂഹങ്ങൾ പടർന്ന ഘട്ടത്തിൽ തന്നെയാണ് പുതിയ ജനകീയ പദ്ധതികൾക്കും സർക്കാർ തലത്തിൽ ആലോചന നടന്നിരുന്നത്. TVK എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിജയ് പ്രഖ്യാപിക്കുന്നതിനു മുൻപ് തന്നെ ഗ്രാമങ്ങൾ തോറും വിജയ് മക്കൾ ഇയക്കം നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളും പുതിയ പദ്ധതികളും വൻ ജനശ്രദ്ധയാണ് പിടിച്ചുപറ്റിയിരുന്നത്.
രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ദളപതിക്ക് കഴിയുമെങ്കിൽ അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായാൽ എന്തൊക്കെ ചെയ്യാനാകും എന്ന ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. ഇതോടെയാണ് ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ സ്റ്റാലിൻ സർക്കാരും നിർബന്ധിതമായിരിക്കുന്നത്. ഈ മാറ്റങ്ങളെ ജനങ്ങൾ ഏത് രൂപത്തിലാണ് സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്.